ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ 5 പേര് പോയേനെന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത്. രക്ഷപ്പെടുത്തിയ ആൾ അതിൽ നിന്ന് 2 പേര് ഓടിച്ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത്. മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ 5 പേരും അവിടെ വീണ് പോയേനെ. 5 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ. 5 പേരുടെ ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി. അപ്പോൾ അത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം. നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും പിടിച്ചോണ്ട് അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോയില്ലേ? ഞാൻ പോവും, ഞാനുണ്ടെങ്കിൽ പോവും. അത് സ്വാഭാവികമായ പ്രതിഷേധമാണ്. അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും, നമ്മുടെ സങ്കടം ഉണ്ടാവും, നമ്മുടെ ദുഃഖം ഉണ്ടാവും. ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും. ആളുകൾ പ്രതിഷേധിക്കും. കേരളത്തിൽ എവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത്? സ്വാഭാവികമായ പ്രതിഷേധം. അതിനാണ് ഗൂഢാലോചന നടത്തി, നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിണി ഒരുക്കി വെച്ചെന്നാണ്. അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്. ഇന്നിപ്പോൾ പിൻവലിച്ചു, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതും ഉണ്ടാവും, ഇന്ന് പറഞ്ഞതും ഉണ്ടാവും. മാറ്റി പറഞ്ഞാൽ നന്നായി, അത്രേ കൊള്ളാം.